ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിന്ത പബ്ലിഷേഴ്സിന്റെ നേതൃത്വത്തിൽ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ വെച്ചാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. തുടർന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജും കെ. രാജൻ എം.എൽ.എയും പങ്കെടുത്തുകൊണ്ടുള്ള അതിജീവനത്തിന്റെ ഇടതുബദൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പാനൽ സംവാദവും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച ഡിവൈഎഫ്ഐ മുൻ ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത്, മേഖലാ കമ്മിറ്റികളെ നയിച്ച സെക്രട്ടറി പ്രസിഡന്റുമാരുടെ പൂർവ്വകാല സംഗമവും കലാസന്ധ്യയും പാലിയേക്കരയിൽ വെച്ച് സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 19 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഐനസ് ആന്റണിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പൊതുസമ്മേളന നഗരിയിൽ തെളിയിക്കുന്നതിനുള്ള ദീപശിഖാ പ്രയാണം ആരംഭിക്കും. മറ്റു ബ്ലോക്കുകളിലെ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശിഖാ റാലികളും തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമരജാഥയും 4 മണിയോടെ ഒല്ലൂരിൽ എത്തിച്ചേർന്ന് ഒല്ലൂർ സെന്ററിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം പൊതുസമ്മേളന നഗരിയായ നേതാജി ഗ്രൗണ്ടിലെത്തി ചേരുന്നതായിരിക്കും. ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ഒല്ലൂർ മേഖലാ ബ്ലോക്ക് സെക്രട്ടറി ടി.എസ്. വിഷ്ണു, സംഘടക സമിതി രക്ഷാധികാരി കെ. രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് സി.എ. വൈശാഖ, ബ്ലോക്ക് കമ്മിറ്റി അംഗം ലെനിൻ റപ്പായി എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19, 20, 21, 22 തീയതികളിലായി തൃശ്ശൂരിൽ വെച്ച് ചേരുകയാണ്. സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 7-ാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ ഒല്ലൂർ ബ്ലോക്കിനകത്ത് രാവിലെ 9:30 മുതൽ ചിന്ത പബ്ലിഷേഴ്സിൻ്റെ നേതൃത്വത്തിൽ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ വെച്ച് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വിവിധ ഗ്രന്ഥകർത്താക്കൾ എഴുതിയ നിരവധി പുസ്തകങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ആ ദിവസം നമുക്കവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം അന്നേ ദിവസം തന്നെ വൈകിട്ട് 5 മണി മുതൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി.കെ. സനോജ് എം.എൽ.എയും അതുപോലെ തന്നെ മുൻ മന്ത്രിയും ഒല്ലൂർ നിയോജക മണ്ഡലം എം.എൽ.എയുമായ കെ. രാജനും പങ്കെടുത്തുകൊണ്ടുള്ള ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ ഡിവൈഎഫ്ഐയുടെ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനം നടത്താൻ വേണ്ടി വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഡിവൈഎഫ്ഐ രൂപം കൊണ്ടത് 1980 നവംബർ 1, 2, 3 തീയതികൾ ഉദ്യാനിക്കാം. ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം യുവജനങ്ങളുടെ ചെറുത്തുനിൽപ്പും ജനാധിപത്യ സംരക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 1980 മുതൽ ഡിവൈഎഫ്ഐ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്.